മലയാളിയുടെ കാതോരം ചേർന്ന് ദശാബ്ദങ്ങളായി സ്നേഹാർദ്രം പാടിക്കൊണ്ടിരുന്ന നമുക്കേറെ പ്രിയങ്കരമായൊരു ഗാനമാണ് തീർന്നുപോയത്. ഒഴുകിയൊഴുകി ഈ പാട്ട് എങ്ങോട്ടാണ് ഇങ്ങനെ കൊണ്ടുപോകുന്നതെന്ന് പല ഗാനങ്ങളിലൂടെയും നമ്മെ വിസ്മയിപ്പിച്ച ഒരാളുടെ വേർപാടാണിത്. പി ജയചന്ദ്രൻ ഓർമ്മയാകുമ്പോൾ അതിസുന്ദരമായൊരു പാട്ടുകാലം കൂടിയാണല്ലോ ഓർമ്മയാകുന്നത്. സ്നേഹിക്കാൻ, സന്തോഷിക്കാൻ, സങ്കടപ്പെടാൻ, തേടലും പിരിയലുമറിയാൻ അവിസ്മരണീയമായ എത്രയെത്ര ഗാനങ്ങളാണ് അനശ്വരതയിലേക്ക് യാത്രയായിട്ടും അദ്ദേഹം ബാക്കി വച്ചിരിക്കുന്നത്. മനസ്സിൻ്റെ ഏത് മൃദുഭാവത്തിനും ചേരുന്ന ആ പാട്ടുകൾ, നമുക്കായുള്ള ആ മഹാഗായകൻ്റെ സ്വരാർച്ചന, പല ഭാവങ്ങളിൽ പല നായകർക്ക് വേണ്ടി പാടിയ ഗാനങ്ങളായിട്ടും അതെല്ലാം ഒരേ കണ്ഠം കൊണ്ട് മലയാളത്തിനേകിയ പ്രിയ സമ്മാനങ്ങൾ. കാലം കേട്ടുകൊണ്ടേയിരിക്കുന്ന പാട്ടുകൾ പാടാനാവുക എന്നത് ഗായകരുടെ സുഹൃതമാണെങ്കിൽ ആ സ്വരസുഹൃതം എന്നും ഒപ്പമുള്ളയാളായിരുന്നു അദ്ദേഹം. അതുകൊണ്ട് തന്നെയാണ് ജയചന്ദ്രനെ കേൾക്കുമ്പോൾ നാം ഇക്കാലം അത്രയും പാട്ടിൻ്റെ നിത്യഹരിതാഭയെ കൂടി കേട്ടുകൊണ്ടിരുന്നത്. എപ്പോഴും പച്ചപ്പോടെ ജയചന്ദ്രൻ പാടിക്കൊണ്ടേയിരുന്നു. മഞ്ഞലയിൽ മുങ്ങിത്തോർത്തി വന്ന ആ കാലത്തിലെന്ന പോലെ തന്നെ കാലം തൊടാത്ത കണ്ഠവുമായി എപ്പോഴും ആദ്യ ഗാനത്തിനെന്ന പോലെ ശ്രദ്ധ നൽകി. അങ്ങനെ കാലത്തെ തോൽപ്പിക്കുന്നത് എങ്ങനെയെന്ന് വീണ്ടും വീണ്ടും നമ്മെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരുന്നു അദ്ദേഹം. അദ്ദേഹത്തെ ഓർക്കുമ്പോൾ അനുരാഗ ഗാനം പോലെ കരിമുകിൽ കാട്ടിലെ പൂവും പ്രസാദവും, കല്ലോലിനി, ഏകാന്ത പഥികൻ, നീലഗിരിയുടെ സഖികളെ, സ്വർണഗോപുര നർത്തകീ ശില്പം, കർപ്പൂരദീപത്തിൻ കാന്തയിൽ, അഷ്ടപതിയിലെ നായികെ, തിരുവാഭരണം ചാർത്തി, സുപ്രഭാതം, രാഗം, ശ്രീരാഗം തുടങ്ങി എത്രയെത്ര ഗാനങ്ങളാണ് നാം കേൾക്കുന്നത്. വൈദേഹി കാത്തിരുന്നാൾ എന്ന ചിത്രത്തിന് വേണ്ടി ഇളയരാജയുടെ ഈണത്തിൽ പാടിയ രാസാത്തി ഉന്നൈ അടക്കമുള്ള തമിഴ് ഗാനങ്ങൾ ഒരിക്കൽ തമിഴരുടെ ഇഷ്ടഗാനങ്ങളായിരുന്നു. തൻ്റെ സ്വരയൗവനത്തിൽ അദ്ദേഹം എന്നും ആത്മവിശ്വാസം കൊണ്ടു. മിക്ക ഗായകരും സ്വര സംരക്ഷണത്തിനായി പതിവായി സാധകം ചെയ്യുകയും കഠിന ജീവിതചര്യകൾ പിന്തുടരുകയും ചെയ്യുമ്പോൾ അദ്ദേഹം അങ്ങനെയൊന്നുമല്ലാത്ത ആത്മപാതയിലൂടെ ഉറപ്പോടെ നടന്നു നീങ്ങി. പ്രായമേറുന്തോറും ശബ്ദത്തെ സംരക്ഷിക്കാൻ മനസ്സിൽ യൗവനം സൂക്ഷിക്കുകയാണ് ആദ്യത്തെ വഴിയെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. പാട്ടിൻ്റെ പല കാലങ്ങൾ പിന്നിട്ട് ഇവിടം വരെ എത്തിയ ആളാണ് പാലിയത്ത് ജയചന്ദ്രൻ എന്ന പി ജയചന്ദ്രൻ. പാടാൻ കൊതിച്ച കാലം, പാടിപ്പതിഞ്ഞ കാലം, അധികം പാടാതിരുന്ന കാലം, പാട്ടിലലിഞ്ഞ കാലം, അങ്ങനെ ജയചന്ദ്രികയുടെ ഗാന ഋതുഭേദങ്ങൾ പരന്നു കിടക്കുന്നു. 1944 മാർച്ച് 3 സംഗീതജ്ഞനായ തൃപ്പൂണിത്തുറ രവിവർമ്മ കൊച്ചനിയൻ തമ്പുരാൻ്റെയും സുഭദ്രകുഞ്ഞമ്മയുടെയും മൂന്നാമത്തെ മകനായി പാലിയത്ത് ജയചന്ദ്രക്കുട്ടൻ എന്ന പി ജയചന്ദ്രൻ എറണാകുളം ജില്ലയിലെ രവിപുരത്ത് ജനിച്ചു. ചേന്നമംഗലത്തെ പാലിയം സ്കൂൾ, ആലുവ സെൻറ് മേരീസ് ഹൈസ്കൂൾ, ഇരിങ്ങാലക്കുടയിലെ നാഷണൽ ഹൈസ്കൂൾ എന്നിവിടങ്ങളിലായിരുന്നു അദ്ദേഹത്തിൻ്റെ സ്കൂൾ വിദ്യാഭ്യാസം. പിന്നീട് കുടുംബം തൃശ്ശൂരിലെ ഇരിങ്ങാലക്കുടയിലേക്ക് താമസം മാറ്റി. കഥകളി, മൃദംഗം, ചെണ്ടവായന, പൂരം, പാഠകം, ചാക്യാർകൂത്ത് എന്നിവയോടെല്ലാം കമ്പമുണ്ടായിരുന്ന പി ജയചന്ദ്രൻ സ്കൂൾ കലോത്സവങ്ങളിൽ സജീവ സാന്നിധ്യമായിരുന്നു. ലളിത സംഗീതത്തിനും മൃദംഗ വായനയ്ക്കും നിരവധി സമ്മാനങ്ങൾ നേടിയിരുന്നു. ഇരിങ്ങാലക്കുടയിലെ ക്രൈസ്റ്റ് കോളേജിൽ നിന്ന് ബിരുദം നേടി. 1973 മെയ് മാസത്തിൽ തൃശ്ശൂർ സ്വദേശിയായ ലളിതയെ അദ്ദേഹം വിവാഹം കഴിച്ചു. അവർക്ക് ലക്ഷ്മി എന്ന മകളും ദിനനാഥ് എന്ന പുത്രനുമാണ് ഉള്ളത്. ദിനനാഥ് ഏതാനും സിനിമകളിൽ ഗാനങ്ങൾ ആലപിച്ചിട്ടുണ്ട്. ഗാനഗന്ധർവൻ യേശുദാസിൻ്റെ ശബ്ദം സംഗീതലോകം ആഘോഷമാക്കുമ്പോഴായിരുന്നു ജയചന്ദ്രൻ്റെ വളർച്ച. എന്നാൽ യേശുദാസിനൊപ്പം ഭാവഗായകനെയും പ്രേക്ഷകർ നെഞ്ചിലേറ്റി. പിന്നീട് കാലത്തിന് സ്പർശിക്കാനാവാത്ത നിത്യഹരിത ശബ്ദമായി ഓരോ മലയാളിയുടെ മനസ്സിലും മധുചന്ദ്രിക പെയ്തിറങ്ങി. 1965 പുറത്തിറങ്ങിയ കുഞ്ഞാലി മരിക്കാർ എന്ന ചിത്രത്തിലെ ഒരു മുല്ല പൂമാലയുമായി എന്ന ഗാനത്തിലൂടെയായിരുന്നു ഭാവഗായകൻ്റെ സിനിമാ അരങ്ങേറ്റം. ആ ചിത്രം പുറത്തു വരുന്നതിന് മുൻപ് ദേവരാജൻ പി ഭാസ്കരൻ്റെ കൂട്ടുകെട്ടിൽ പിറന്ന മഞ്ഞലയിൽ മുങ്ങിത്തോർത്തി എന്ന ഗാനം ജയചന്ദ്രനെ തേടിയെത്തി. ഈ ഗാനം മലയാള സിനിമാ സംഗീത ലോകത്ത് ജയചന്ദ്രന് സ്വന്തമായി ഇരിപ്പിടം നൽകി. പിന്നീട് അനുരാഗ ഗാനം പോലെ കരിമുകിൽ കാട്ടിലെ, ഓലഞ്ഞാലിക്കുരുവി, പൊടിമീശ മുളയ്ക്കണ കാലം,
ശിശിരകാല മേഘമിഥുന, പൂവേ പൂവേ പാലപ്പൂവേ, പൊന്നുഷസ്സെന്നും, തേരിറങ്ങും മുകിലെ, സ്വയംവര ചന്ദ്രികെ, ആലിലത്താലിയുമായി, നീയൊരു പുഴയായി, കണ്ണിൽ കാശിത്തുമ്പകൾ, രാസാത്തി ഉന്നെ കാണാതെ എന്നിങ്ങനെ ഒരുപാട് ഗാനങ്ങൾ ആ ശബ്ദത്തിൽ പിറന്നു. മലയാളത്തിൽ മാത്രമല്ല തമിഴ്, കന്നഡ, തെലുങ്ക്, ഹിന്ദി തുടങ്ങിയ ഭാഷകളിലായി 15,000-ലധികം ഗാനങ്ങൾ ആലപിച്ചിട്ടുണ്ട്. സംഗീതത്തിനു പുറമെ സിനിമാ അഭിനയത്തിലും ജയചന്ദ്രൻ തന്റെ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട്. ഹരിഹരന്റെ നഖശതങ്ങൾ, ഒ രാമദാസിന്റെ കൃഷ്ണപ്പരുന്ത്, വി.കെ. പ്രകാശ് സംവിധാനം ചെയ്ത ട്രിവാൻഡ്രം ലോഡ്ജ് എന്നീ സിനിമകളിലും സംഗീത ആൽബങ്ങളിലും പി. ജയചന്ദ്രൻ അഭിനയിച്ചിട്ടുണ്ട്. മലയാളിയുടെ ഗൃഹാതുരതയുടെ ആ ശബ്ദം ഇനിയില്ല. ഭാവഗായകൻ വിടവാങ്ങി. 2025 ജനുവരി 9 വ്യാഴാഴ്ച രാത്രി 7:45 അന്ത്യം. അർബുദ രോഗബാധിതനായി ഏറെ നാളായി ചികിത്സയിലായിരുന്നു. വ്യാഴാഴ്ച വൈകിട്ട് വീട്ടിൽ വെച്ച് ശാരീരിക അസ്വസ്ഥത അനുഭവപ്പെട്ടതിനെ തുടർന്ന് ആശുപത്രിയിലെത്തിക്കുകയായിരുന്നു. അർബുദ രോഗത്തെ തുടർന്ന് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി തൃശൂർ അമല ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ജയചന്ദ്രൻ പാടുന്നുവെന്ന് ശ്രോതാവിന് തിരിച്ചറിയാൻ പറ്റുന്നിടത്താണ് ജയചന്ദ്രൻ്റെ മികവെന്ന് യേശുദാസ് പറഞ്ഞിട്ടുണ്ട്. അതുതന്നെയാണ് ജയചന്ദ്രൻ്റെ പാട്ടുകളുടെ സ്വരമുദ്രയും. ഏത് ഭാഷയിലും ഏത് പാട്ടിലും ഏത് ഭാവത്തിലും അദ്ദേഹം തൻ്റെ പേരെഴുതി. കാലത്തിന് മായ്ക്കാനാവാത്ത ആ പേര്. അതുകൊണ്ട് തന്നെ ഓരോ പാട്ട് കേൾക്കുമ്പോഴും ജയചന്ദ്രനെ നാം ഓർക്കുന്നു. അന്നും ഇന്നും എന്നും.